സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് തിരുഹൃദയ പെരുന്നാൾ നാം ആഘോഷിക്കുകയാണ്. പിറ്റേ ദിവസം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തിരുനാളും നാം ആഘോഷിക്കുന്നു. വിശുദ്ധ കുർബാനയും യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയവും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവും നമ്മൾ ചേർത്ത് വെച്ച് ധ്യാനിക്കേണ്ട വിഷയം തന്നെയാണ്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ മാംസളമായ ഹൃദയം തന്നെയാണ് വിശുദ്ധ കുർബാനയിലൂടെ നാം സ്വീകരിക്കുന്നത്. അവിടുത്തെ ഹൃദയം പിളർക്കപ്പെട്ടു. വിശുദ്ധ കുർബാന അത്ഭുതങ്ങളിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഈ മാംസകഷണമായി മാറിയ തിരുവോസ്തി കർത്താവിൻ്റെ ഹൃദയഭാഗം തന്നെയാണ് എന്നാണ്. ഹൃദയം നൽകാത്ത ഒരു ബലിയില്ല. അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലായാലും ഹൃദയത്തിൽ തൊടാതെ നാം നൽകുന്നതൊന്നും സ്ഥായിയാകുന്നില്ല. ഒരു ബലിയുടെ മഹത്വം അതിലുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്. ബലി എന്താണ്? സ്നേഹത്തിൻ്റെ സമ്പൂർണതയാണ് ബലിയിലൂടെ പ്രകടമാകുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ നാം ആഘോഷിക്കുന്നത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ വലിയ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ ഒരു ആവിഷ്കാരം എന്നുള്ള നിലയിലാണ്, ഒരർത്ഥത്തിൽ വിശുദ്ധ കുർബാനയുടെ തന്നെ ആവിഷ്കാരം എന്നുള്ള നിലയിലാണ് തിരുഹൃദയത്തെ നാം കാണേണ്ടത്. ഈ ഭക്തി പ്രോത്സാഹിപ്പിക്കണം എന്ന് കർത്താവ് തന്നെ ആഗ്രഹിക്കുന്നു. കാരണം അവിടുത്തെ സ്നേഹം നാം അറിയുന്നില്ലെങ്കിൽ നമ്മളൊരു മാറ്റവും ഉണ്ടാവില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് ബൗദ്ധികമായ തലത്തിൽ നാം മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ആഴമായൊരു അനുഭവമായൊരു ബോധ്യമായി മാറുന്നില്ല. ആ സ്നേഹം അവിടുത്തെ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും അവരെ ഹൃദയപൂർവ്വം മനസ്സിലാക്കാനും നമുക്ക് സാധിക്കാതിരിക്കുന്നത് അവരുടെ ഹൃദയഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പലപ്പോഴും ഇങ്ങനെ മറുതലിച്ചു പോകാനിടയായിത്തീരുന്ന കുഞ്ഞുങ്ങൾ മറുതലിച്ചു പോകാനിടയായിത്തീരുന്നത് മാതാപിതാക്കളുടെ ഹൃദയം വായിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഒന്നിച്ചു താമസിക്കുന്നവർ അവരകന്നു പോകുന്നു. അതാണ് അവരുടെ ഭാഷ ഛിന്ന ഭിന്നമായി പോകുന്നു. ഒരു ബാബേലിൻ്റെ ഒരു അനുഭവത്തിൽ ജീവിക്കാനിടയായിത്തീരുന്നു. കാരണം അവരെ ഐക്യപ്പെടുത്തുന്ന, ഒരേ ഭാഷ സംസാരിക്കാൻ, പരസ്പരം മനസ്സിലാക്കുന്ന ഹൃദയഭാവങ്ങൾ പകർന്നു കൊടുക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നത്, സ്നേഹമാക്കി രൂപാന്തരപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. യേശുവിൻ്റെ ഹൃദയം ഗ്രഹിക്കാനും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ലാതെ നമുക്ക് സാധ്യമല്ല. അപ്പോൾ പെന്തിക്കോസ്തയ്ക്ക് ശേഷം 20 ദിവസമാകുന്നതേ ഉള്ളൂ. ഈ ഒരു കാലഘട്ടത്തിലാണ് നാം യേശുവിൻ്റെ തിരുഹൃദയവും നാം ധ്യാനിക്കുന്നതും അവിടുത്തെ വലിയ സ്നേഹാനുഭവത്തിൽ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവിതത്തെ തന്നെ ജ്വലിപ്പിച്ച് മുന്നോട്ട് നയിക്കാൻ പരിശ്രമിക്കുന്നതും എന്നുള്ളതും വളരെ പ്രസക്തമാണ്. നമുക്കറിയാം, മാർഗരറ്റ് മേരി അലക്കോക്കിന് 1673 മുതൽ 75 വരെയുള്ള ആ 2 വർഷങ്ങളിലാണ് യേശു പ്രത്യക്ഷപ്പെട്ട് തൻ്റെ തിരുഹൃദയത്തിൻ്റെ ദർശനം നൽകിയത്. ആ ഹൃദയം ഒരർത്ഥത്തിൽ എന്താണ്? പുറത്തെടുത്ത് കാണിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ പോലും പറയും, എൻ്റെ ഹൃദയം എടുത്ത് കാണിക്കുമ്പോൾ വാഴനാരാണെന്ന് പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു വിശുദ്ധ കുർബാനയിലൂടെ തൻ്റെ ഹൃദയം പങ്കുവെച്ചു തരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത നമുക്ക്
അവസാനം എന്താണ്? ഈ ഹൃദയം തന്നെ എടുത്ത് പുറത്ത് കാണിച്ചു തന്നു. ഇതാ എൻ്റെ ഹൃദയം. ആ ഹൃദയത്തിലൊരു ജ്വാല, അതിന് ഞെട്ടിലൊരു കുരിശ്, ആ ഹൃദയത്തെ ചുറ്റി ഒരു മുൾമുടി. വളരെ പ്രതീകാത്മകമായ ഒന്നാണ് അവിടുത്തെ സ്നേഹജ്വാല. ആ കുരിശുകളെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതാണ്. കുരിശിനെ മറച്ചു കളയാണ് വാസ്തവത്തിൽ. എല്ലാ സഹനങ്ങളെയും അപ്രസക്തം എന്നർത്ഥം. വാസ്തവത്തിൽ എന്താണ്? ഒരു സഹനവും അപ്രസക്തമാകുന്നില്ല. ആ സഹനത്തെ നമുക്കൊരു ആകാതിരിക്കുന്നത്, ആ സഹനം ഒരു സ്നേഹത്തിൽ ലയിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഹൃദയഭാവം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമ്പോഴാണ്. നമ്മുടെ അമ്മമാർ നമുക്ക് വേണ്ടി എത്രമാത്രം സഹിച്ചിട്ടുണ്ട്, അവരെത്രമാത്രം വേദനിച്ചിട്ടുണ്ട്, എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മോട് ആരോടും നമ്മുടെ അമ്മമാർ കണക്ക് പറയുകയില്ല. നമുക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള സഹനം അവർക്ക് ഒരാനന്ദമാണ്. കാരണം ആ സ്നേഹത്തിൻ്റെ ജ്വാല, ആ സഹനത്തിൻ്റെ, ആ വേദനയുടെ അനുഭവങ്ങളെ മായ്ച്ചു കളയുന്നു, രൂപാന്തരപ്പെടുത്തുന്നതാണ്. അപ്പോൾ സ്നേഹത്തിൽ യഥാർത്ഥത്തിൽ ആ സ്നേഹത്തെ ബലപ്പെടുത്തുന്ന ആ സഹനം മാറുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ യേശുവിൻ്റെ ഹൃദയത്തെ ഇപ്പോഴും ചുറ്റി നിൽക്കുന്ന ആ മുള്ളുകൾ, അതിന് കാരണക്കാരാരാണ്? ഇപ്പോഴും അവിടുത്തെ ഹൃദയം വേദനിക്കുന്നു. ഈ ലോകത്തിൽ യേശു ജീവിച്ചിരുന്ന ആ 33.5 വർഷമോ അല്ലെങ്കിൽ പരസ്യജീവിതത്തിൻ്റെ കാലഘട്ടമോ മാത്രമല്ല യേശു വേദനിച്ചത്, ഇപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നാം കാണിക്കുന്ന നിന്ന കൊണ്ട്, അവഗണന കൊണ്ട്, വിരുദ്ധ മാതൃകകൾ കൊണ്ട് ഒക്കെ, ദൈവനിഷേധം കൊണ്ട്, സ്നേഹരാഹിത്യം കൊണ്ട്, വിധേയത്വമില്ലാത്ത മനോഭാവം കൊണ്ട് ഒക്കെ അവിടുത്തെ സ്നേഹം മനസ്സിലാക്കാനും സ്വീകരിക്കാനും സാധിക്കാതിരിക്കുന്ന ആ ഒരു നിഷേധത്തിൻ്റെ സമീപനങ്ങളിലൂടെയെല്ലാം അവിടുത്തെ ഹൃദയത്തെ നാം വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ സ്നേഹം മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തി എന്നെ മനസ്സിലാക്കുന്നില്ല. അത് നമുക്ക് വലിയൊരു നൊമ്പരമാണ്. ആ നിലയിൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുക, വീണ്ടും വീണ്ടും വേദനിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപകൾ നാം നഷ്ടപ്പെടുത്താനിടയായിത്തീരുന്നു. അതുകൊണ്ടാണ് ഈ ഹൃദയം എടുത്തു കാണിച്ചുകൊണ്ട് യേശു ഈ 17-ാം നൂറ്റാണ്ടിൽ, ഈ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടാനിടയായി തീർന്നത്. പ്രിയപ്പെട്ടവർ, ഇത് നമ്മൾ ഗൗരവമായി പലപ്പോഴും നാം എടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അവിടുന്ന് ഹൃദയം മുറിച്ച് ഈ അൾത്താരയിൽ നമുക്ക് പകർന്നു തരുന്നു. അവിടുത്തെ ഹൃദയം വീണ്ടും നമുക്ക് എടുത്തു കാണിച്ചുകൊണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിനക്ക് വേണ്ടി പിടയുന്ന, നിനക്ക് വേണ്ടി മിടിക്കുന്ന, നിനക്ക് വേണ്ടി സഹിക്കുന്ന ഹൃദയം ഇതാ എന്ന് അവിടുന്ന് എടുത്ത് കാണിച്ചു തരുമ്പോൾ നാം തീർച്ചയായും അനുതാപം കൊണ്ട് നിറയണം. അവിടുത്തെ തിരുഹൃദയത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കണം. നാം ആവർത്തിച്ച് പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ഹൃദയം അവിടുത്തെ ഹൃദയം പോലെ ആയിത്തീരണമേ എന്ന് നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. മേരി അലക്കോക്ക് വഴിയായി നമുക്ക് നൽകിയ വാഗ്ദാനം, 12 വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങളൊക്കെ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ തിരുഹൃദയ ഭക്തി, തിരുഹൃദയത്തിൻ്റെ രൂപം, തിരുഹൃദയത്തിൻ്റെ ഛായ നമ്മുടെ ഭവനങ്ങളിൽ പ്രതിഷ്ഠിക്കണം. അതിലൂടെ നമ്മുടെ ഭവനം അനുഗ്രഹീതമായി തീരും. ഈ തിരുഹൃദയത്തോടുള്ള ഭക്തി പോഷിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതാവസ്ഥയ്ക്ക് അതനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാനിടയായിത്തീരും. നമുക്ക് രക്ഷയുടെ മാർഗങ്ങൾ തുറന്നു തരും. അനുതാപമില്ലാതെ മരിക്കാനിടയായിത്തീരുകയില്ല. ശുശ്രൂഷയിൽ പുരോഹിതർ കഠിനഹൃദയരുടെ മാനസാന്തരത്തിന് വേണ്ടി അവർക്ക് വളരെയേറെ ഫലങ്ങൾ പുറപ്പെടുവിക്കത്തക്കവണ്ണം പ്രവർത്തിക്കാൻ സാധിക്കും. ഇങ്ങനെ അവിടുന്ന് നൽകുന്ന നിരവധിയായ 12 വാഗ്ദാനങ്ങൾ. ഈ തിരുഹൃദയത്തോട് നാം എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കണമെന്നും
ഈ ത്രിഹൃദയ ഭക്തി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പകർന്നു കൊടുത്തുകൊണ്ട് മറ്റുള്ളവർ അനുഗ്രഹീതരായി തീരാൻ ഇടയായിത്തീരണം എന്നുമുള്ള ആ ഒരു യാഥാർത്ഥ്യം നാം തീർച്ചയായും മനസ്സിലാക്കണം. അപ്പം നാം അവിടുത്തെ ഹൃദയം തേടണം. അപ്പം നമുക്ക് പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് സമ്മാനങ്ങൾ നൽകും. ഇപ്പോൾ കൊച്ചുകുട്ടികളാണെങ്കിൽ അപ്പനോ അമ്മയോ പുറത്തു പോയി വരുമ്പോൾ നോക്കുന്നത് എന്താണ്? അവരുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. എന്ത് സമ്മാനം നൽകുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷെ അവരുടെ ഹൃദയം പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പം അതുകൊണ്ടെന്താണ്? ഹൃദയം തേടിയവർ, യേശുക്രിസ്തുവിൻ്റെ ഹൃദയം കണ്ടവരെല്ലാം വ്യത്യസ്തരായി. യേശുക്രിസ്തുവിൻ്റെ ഹൃദയം ഏറ്റവും അടുത്തറിഞ്ഞത് പരിശുദ്ധ അമ്മയാണ്. 9 മാസം യേശുവിൻ്റെ ഹൃദയവും പരിശുദ്ധ അമ്മയുടെ ഹൃദയവും ഒരുപോലെ മിടിച്ചുകൊണ്ടിരുന്നതാണ്, ചേർന്നിരുന്ന 2 ഹൃദയങ്ങൾ. അതിനുശേഷവും പരിശുദ്ധ അമ്മയുടെ ഹൃദയം ഒരിക്കലും യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോയിട്ടില്ല എന്ന് നമുക്കറിയാം. യേശു ലോകത്തിൽ ജീവിക്കുന്ന കാലഘട്ടങ്ങളിലും അതിനുശേഷം യേശു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷവും യേശുവിൻ്റെ ഹൃദയഭാവങ്ങൾ അതുപോലെ ഉൾക്കൊള്ളാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുന്നു. ഈ 9 മാസം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലിരുന്ന് ഈ 2 ഹൃദയങ്ങൾ ഒരുപോലെ മിടിച്ച് യേശുവിൻ്റെ ഹൃദയ താളങ്ങൾ പരിശുദ്ധ അമ്മ ഉൾക്കൊണ്ടു. അത് പരിശുദ്ധാത്മാവ് ചിട്ടപ്പെടുത്തുന്ന മനോഹരമായൊരു സംഗീതം പോലെ ആ ജീവിതം തീരാനിടയായി തീർന്നത്. വ്യത്യസ്തമായ അനുഭവങ്ങൾ, സന്തോഷകരമായ അനുഭവങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ പക്ഷേ താളം തെറ്റിക്കുന്ന എത്രയോ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. അപ്പോഴും പരിശുദ്ധ അമ്മയുടെ ഹൃദയതാളം തെറ്റിയില്ല. യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയം യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന് കൂടുതൽ പൗത്രീകരിക്കപ്പെട്ട് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പോലെ തുറക്കപ്പെട്ട ഹൃദയം, ഈ ലോകം മുഴുവൻ തുറക്കപ്പെട്ട ഹൃദയം പരിശുദ്ധ അമ്മയുടെ ഹൃദയം. അതാണ് സർവ്വജനപദങ്ങളുടെയും നാഥയായി പരിശുദ്ധ അമ്മ. അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കണം എന്ന് പരിശുദ്ധ അമ്മ തന്നെ ഫാത്തിമായിൽ ആ ഇടയ കുഞ്ഞുങ്ങളിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള ആ ഒരു സന്ദേശമാണെന്ന് നമുക്കറിയാം. കാരണം എന്താണ്? അമ്മയുടെ ഹൃദയത്തിൽ നമുക്കെല്ലാവർക്കും ഇടമുണ്ട്. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നും ആ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ കൊണ്ട് ആ തുറക്കപ്പെട്ട യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ മാതൃകയിൽ പരിശുദ്ധ അമ്മ തൻ്റെ ഹൃദയവും സമർപ്പിച്ചപ്പോൾ ഈ ലോകത്തെ മുഴുവനും ഉൾക്കൊള്ളാൻ മാത്രം ആ ഒരു മാതൃത്വത്തിൻ്റെ വലിയൊരു ഹൃദയം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടു. ആ ഹൃദയത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ ഇപ്പോൾ ഏറ്റവും സുരക്ഷിതത്വമുള്ള ഒരിടമാണ് യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയം. നമുക്ക് ഏറ്റവും അധികം സ്നേഹവായ്പോടെ നമ്മെ തന്നെ സമർപ്പിക്കാൻ സാധിക്കുന്ന ഹൃദയമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം. പ്രിയപ്പെട്ടവരെ, ഈ ഹൃദയത്തിൽ നമുക്കിടമുണ്ടോ? നാം അന്വേഷിക്കുന്നത്, നാം സഞ്ചരിക്കുന്നത് ഈ ഹൃദയങ്ങളെ ലക്ഷ്യമായിട്ടാണോ എന്നുള്ളത്, ഹൃദയങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണോ എന്ന് പരിശോധിക്കണം. പലരുടെയും ഹൃദയങ്ങളിൽ പക്ഷേ തേടി നാം പോകുന്നുണ്ടാവും, മറ്റുള്ളവരുടെ ഹൃദയം കവരാൻ നാം ശ്രമിക്കുന്നുണ്ടാവും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ തക്കവണ്ണം അവിടുത്തെ ഹൃദയത്തെ മുൻനിർത്തിക്കൊണ്ട് ഉള്ള ഒരു യാത്രയാണ് നാം നടത്തേണ്ടത്. അപ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് ഇതാണ്: ഹൃദയശാന്തിയും ശാന്തതയും എളിമയുള്ള ഈശോ, എൻ്റെ ഹൃദയം നിൻ്റെ തിരുഹൃദയം പോലെ ആയിത്തീരണമേ എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ യേശുവിൻ്റെ ഹൃദയം ശിഷ്യന്മാരിലൊരു പക്ഷേ നമുക്ക് പറയാം ഏറ്റവും അടുത്ത് ആ ഹൃദയ താളങ്ങൾ ഉൾക്കൊണ്ടയാളാണ് മിസ് യോഹന്നാൻ ശ്ലീഹ. അതുകൊണ്ട് എന്താണ് യോഹന്നാൻ ശ്ലീഹായുടെ സമീപനങ്ങളിൽ ആ വ്യത്യാസം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മിസ് യോഹന്നാൻ ശ്ലീഹായിക്ക് സ്നേഹത്തെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. യോഹന്നാൻ ശ്ലീഹായിക്ക് സ്വർഗത്തിൻ്റെ ദർശനമുണ്ടായി. സ്വർഗത്തിലേക്കുള്ള ആ ഒരു വഴി യേശുക്രിസ്തുവിൻ്റെ ഹൃദയം വഴിയാണ്.
അപ്പോൾ വെളിപാടുകൾ ലഭിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഹൃദയം വഴിയാണ്. ആ ഹൃദയത്തിലൂടെയാണ് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ തുറന്നു കിട്ടിയതും സ്വർഗത്തിൻ്റെ ദർശനം കാണാൻ യോഹന്നാന് സാധിച്ചത്. യേശുക്രിസ്തുവിൻ്റെ മാറിടത്തിൽ ചാരിക്കിടക്കുന്ന യോഹന്നാനെ നാം കാണുന്നുണ്ട്. അത് നമുക്കൊക്കെ ഒരു മാതൃകയാണ്. അപ്പോൾ ആ മാറിടത്തിലേക്ക് ചാരിക്കിടക്കുന്ന, അമ്മയുടെ മാറിടത്തിൽ ചാരിക്കിടക്കുന്ന, ആശ്രയബോധത്തോടെ സമർപ്പിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ എത്ര വാത്സല്യത്തോടെയാണ് അമ്മയുടെ മാറിടത്തോടൊരു കുഞ്ഞ് പറ്റിച്ചേർന്ന് കിടക്കുന്നത്. അതുപോലെ യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുക. അപ്പോൾ എൻ്റെ ഹൃദയം യേശുവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കിടക്കുക. അത് മനോഹരമായ ഒരു ചിത്രമാണ്, മനോഹരമായൊരു മാതൃകയാണ്. അപ്പോൾ യോഹന്നാൻ ശ്ലീഹ വ്യത്യസ്തനായി തീർന്നത് ഈ ഹൃദയത്തോട് തൻ്റെ ഹൃദയം ചേർത്ത് വെച്ചു എന്നുള്ളത് കൊണ്ടാണ്. യോഹന്നാൻ ബുദ്ധിമാനായിരുന്നു, ചെറുപ്പക്കാരൻ, അവൻ്റെ സമീപനങ്ങളൊക്കെ വ്യത്യസ്തമാകാമായിരുന്നു. പക്ഷേ തൻ്റെ ഹൃദയവും തൻ്റെ ബുദ്ധിയും തൻ്റെ ആന്തരിക ഇന്ദ്രിയങ്ങളുമെല്ലാം യോഹന്നാൻ ശ്ലീഹ യേശുവിൻ്റെ ഹൃദയത്തിന് സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്നത് നമ്മളുടെ വ്യാഖ്യാനങ്ങളൊക്കെ ബൗദ്ധിക തലത്തിലാണ്, നമ്മുടെ സമീപനങ്ങളൊക്കെ ബൗദ്ധിക തലത്തിലാണ്. എന്നാൽ തീർച്ചയായും നമ്മുടെ ബുദ്ധി പ്രധാനപ്പെട്ടതാണ്. ദൈവം നൽകിയിരിക്കുന്ന സിദ്ധികൾ നാം ഉപയോഗിക്കേണ്ടതുണ്ട്. പക്ഷേ അവയെല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ, ഹൃദയത്തിൽ സമർപ്പിക്കുമ്പോഴാണ്. ആ സ്നേഹത്തിൻ്റെ താളമാണ് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും നിയന്ത്രിക്കേണ്ടത് എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ സുവിശേഷം വ്യാഖ്യാനിക്കുമ്പോൾ മറ്റ് സുവിശേഷകന്മാരിൽ നിന്നും വ്യത്യസ്തമായൊരു ശൈലിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം അവിടെ അത്ഭുതങ്ങളില്ല. യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളിലൊന്നും അത്ഭുതങ്ങളല്ല, മറിച്ച് അടയാളങ്ങളാണ്. അത് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സിലും ഓരോ അനുഭവങ്ങളും ചേർത്ത് വയ്ക്കുമ്പോഴാണ്. എന്നാൽ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുമ്പോൾ അത് രഹസ്യാത്മകമായൊരു അനുഭവമായി മാറുകയാണ്. അതൊരു അടയാളമായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തിൽ ഓരോ സംഭവത്തെയും വ്യാഖ്യാനിക്കുന്നതും ഈ ഒരു ഭാവത്തിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യോഹന്നാൻ ശ്ലീഹയുടെ അവസാന കാലഘട്ടത്തിലും യോഹന്നാന് പറയാനുണ്ടായിരുന്നത് അവിടുത്തെ സ്നേഹത്തിൻ്റെ ഭാവങ്ങളെപ്പറ്റി മാത്രമാണ്, അവിടുത്തെ ഹൃദയത്തിൻ്റെ ഭാവങ്ങളെപ്പറ്റി മാത്രമാണ്. അപ്പോൾ എല്ലാത്തിനെയും ഹൃദയത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ ചെയ്തത്. ഹൃദയത്തിൽ വചനം സ്വീകരിച്ചു, വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ നമ്മളുടെ ഹൃദയം വചനം സൂക്ഷിക്കുന്ന ആ ഒരു ഭവനം കൂടിയാണ് നമ്മൾ ഓർമ്മിക്കണം. നമ്മുടെ ഹൃദയം വചനം സൂക്ഷിക്കുന്ന, ദൈവവചനം സൂക്ഷിക്കുന്ന ആ ഒരു ഭവനമാണ് നമ്മുടെ ഹൃദയം. അപ്പോഴാണ് ഹൃദയത്തിൽ വചനം ഇങ്ങനെ വളർന്നു വരുമ്പോഴാണ് ജീവിതത്തെ മുഴുവനും വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഹൃദയം കീഴടക്കേണ്ടത് എന്താണ്, നമ്മുടെ ഹൃദയത്തിൽ എന്താണ്, അതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു വരുന്നത്. നമ്മുടെ ഹൃദയഭാവങ്ങളാണ്. മറ്റുള്ളവരുടെ ദേഹത്ത് കൈവയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ ഹൃദയഭാവം എന്താണ്. സ്നേഹത്തോടെയാണോ സ്പർശിക്കുന്നത്, വിദ്വേഷത്തോടെയാണോ, നിഷേധത്തോടെയാണോ, വെറുപ്പോടെയാണോ ഞാൻ വേറൊരു വ്യക്തിയെ സമീപിക്കുന്നത് അല്ലെങ്കിൽ സമർപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഹൃദയത്തിൻ്റെ ഭാവങ്ങളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഹൃദയം നമുക്ക് അന്വേഷിക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അതൊരു തീർത്ഥാടനമാണ്. അപ്പോൾ നാം നടത്തുന്ന ആ യാത്രകളിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നാം ശ്രമിക്കുമ്പോഴും നാം സമീപിക്കേണ്ടത് മറ്റുള്ളവരെ അവരുടെ ബുദ്ധിയിലേക്ക് യാത്ര നടത്തുകയല്ല, അവരുടെ ഭൗതികതയിലേക്ക് യാത്ര നടത്തുകയല്ല, അവരുടെ ശരീരത്തിലേക്കുള്ള യാത്രയല്ല, മറിച്ച് മറ്റുള്ളവരിലേക്ക് നാം നടത്തുന്ന യാത്രയും
ഹൃദയത്തിലേക്ക് നടത്തുന്ന യാത്രയാണ്. അപ്പോഴാണ് മറ്റുള്ളവരെ നേടാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹൃദയം യേശുക്രിസ്തുവിൻ്റെ ഹൃദയം പോലെ രൂപാന്തരപ്പെടുത്താനും യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും സാധിക്കുന്നതിലൂടെയാണ് മാനസാന്തരം സാധ്യമാകുന്നത്. മൂന്നാമതായി നമുക്ക് പറയാം, വിശുദ്ധ തോമാസ് ലീഹ, നമ്മുടെ അപ്പോസ്തലൻ യേശുക്രിസ്തുവിൻ്റെ ഹൃദയം കണ്ടയാളാണ്. യോഹന്നാൻ ശ്ലീഹ തലേ ദിവസം മിടിക്കുന്ന ആ സ്നേഹം കൊണ്ട് മിടിക്കുന്ന ഹൃദയത്തിൻ്റെ താളം ഉൾക്കൊണ്ടെങ്കിൽ പിറ്റേ ദിവസം എല്ലാവർക്കും വേണ്ടി തുറക്കപ്പെട്ട എല്ലാ നിക്ഷേപങ്ങളുടെ ഉറവിടമായ ആ ഹൃദയം, കുത്തിത്തുറക്കപ്പെട്ട ഹൃദയം അടുത്തു നിന്നുകൊണ്ട് കണ്ടയാളാണ്. അപ്പോൾ ആ ഹൃദയം തേടി സഞ്ചരിക്കുന്നവർക്ക് ആ ഹൃദയം തുറന്നു കിട്ടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം. തോമാസ് ലീഹ ആവശ്യപ്പെട്ടതെന്താണ്? ആവശ്യപ്പെട്ടത് അവിടുത്തെ തിരുമുറിവുകൾ കാണണം, വിലാപ്പുറത്ത് കരം വയ്ക്കണം. ഈ മുറിവുകളൊക്കെ എങ്ങനെയാണ്? ആ ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ്, ആ ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞു കവിഞ്ഞപ്പോഴാണ് ഈ മുറിവുകൾ ഉണ്ടാവാനിടയായത്. അപ്പോൾ ആ മഹത്വീകരിക്കപ്പെട്ട മുറിവുകൾ അവൻ കണ്ടു, തുറക്കപ്പെട്ട വിലാപ്പുറം അവൻ കണ്ടു. അതുവരെ യോഹന്നാൻ തോമാസ് ലീഹ തർക്കിച്ചിരുന്നയാളാണ്. മറ്റുള്ളവരെ, ഞാനില്ലാതിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. അന്ന് പരാതിക്കാരനായിരുന്നു അവൻ നിരാശയിലും വേദനയിലുമായിരുന്നു. എന്നാൽ അവിടുത്തെ തുറക്കപ്പെട്ട വിലാപ്പുറം കണ്ടു കഴിഞ്ഞതിനു ശേഷം യോഹന്നാന് പരാതിയില്ല. അവിടെ നിന്നുകൊണ്ട് അവൻ വിളിച്ചു പറയുന്ന ആ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം, ആ ഒരു വിശ്വാസ പ്രഖ്യാപനം ഇപ്പോഴും നമ്മെ രോമാഞ്ചമണിയിക്കുന്ന, കോരിത്തരിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. ഹൃദയം കാണുന്നവർക്ക് മാത്രമേ പ്രിയപ്പെട്ടവരെ ഇതുപോലെ പ്രഘോഷിക്കാൻ സാധിക്കുള്ളൂ. നമുക്കൊരു പക്ഷെ പ്രബോധിപ്പിക്കാൻ സാധിച്ചു എന്ന് വരാം, മറ്റുള്ളവരോട് തർക്കിക്കാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഹൃദയം കാണുന്നവർക്ക് മാത്രമാണ് അത് ഒരനുഭവമാക്കി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഹൃദയം കണ്ട കണ്ണാണ് തോമാസ് ലീഹായുടെ കണ്ണ്. അങ്ങനെയാണ് തോമാസ് ലീഹായുടെ കണ്ണുകൾ വിടർന്നത്, പ്രത്യാശയുടെ കണ്ണുകളായി മാറിയത്. സുവിശേഷം പ്രതിഫലിപ്പിക്കുന്ന ആ ഒരു കണ്ണുകളായി മാറിയത്. നഷ്ടപ്പെടാത്ത ആ ഒരു തേജസ്സുമായി ഇവിടെ കടന്നു വരാൻ ഇടയായി തീർന്നത് ആ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ തന്നിലേക്ക് ആവാഹിച്ചെടുക്കാൻ തോമാസ് ലീഹായ്ക്ക് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? നാം യേശുക്രിസ്തുവിൻ്റെ ഹൃദയം തേടണം. നാം യേശുക്രിസ്തുവിൻ്റെ ഹൃദയം കണ്ടെത്താൻ ശ്രമിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം യേശുക്രിസ്തുവിൻ്റെ മാതൃകയിൽ രൂപാന്തരപ്പെടുത്താൻ, യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ മാതൃകയിൽ രൂപാന്തരപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹം നിറയ്ക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ഏറ്റവും വലിയ നിക്ഷേപമായി നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം നിറയ്ക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് നമ്മുടെ ശുശ്രൂഷകൾ ഹൃദയത്തിൻ്റെ ശുശ്രൂഷകളാണ് എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ഈ സ്നേഹത്തിൻ്റെ ശുശ്രൂഷ തുടരുകയും ചെയ്യാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. രക്ഷകനായ യേശുവേ, അവിടുത്തെ വലിയ സ്നേഹം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആ സ്നേഹത്തിൽ നിരന്തരം പ്രചോദിതരായി സ്നേഹമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ഹൃദയം നിരന്തരം അവിടുന്ന് ബലിവേദിയിലൂടെ ഞങ്ങൾക്ക് പങ്കുവെച്ചു തരുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും മാടി വിളിക്കുന്നു. അവിടുത്തെ ഹൃദയം എത്രമാത്രം നൊമ്പരപ്പെടുന്നുവെന്നും അവിടുത്തെ ഹൃദയം എത്രമാത്രം സ്നേഹത്താൽ ജ്വലിക്കുന്നു എന്നും വിശുദ്ധ മാർഗരറ്റിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അവിടുത്തെ ഹൃദയഭാവങ്ങളെ ഉൾക്കൊള്ളാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ തിരുഹൃദയത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു.
എൻ്റെ ഹൃദയം അവിടുത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയെപ്പോലെ രൂപാന്തരപ്പെടുത്തപ്പെടാൻ ഇടയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്നേഹം എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തട്ടെ. അവിടുത്തെ ഹൃദയശാന്തതയും എളിമയും അടിസ്ഥാന പാഠങ്ങളായി എൻ്റെ ഹൃദയത്തിലേക്ക് പകർന്നു തരാൻ കർത്താവേ കരുണയായിരിക്കണമേ. എന്നിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ആ സ്നേഹത്തിൻ്റെ പ്രവാഹം ഒഴുക്കി കൊടുക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും അരുവി പുറപ്പെടുമെന്നരുളിച്ചത് കർത്താവേ, അങ്ങയിൽ വിശ്വസിച്ച് അവിടുത്തെ ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട എൻ്റെ ഹൃദയത്തിൽ നിന്നും അനേകരെ തണുപ്പിക്കുന്ന, അനേകരെ രൂപാന്തരപ്പെടുത്തുന്ന, അനേകരെ വിശുദ്ധീകരിക്കുന്ന, അനേകരുടെ ദാഹം തീർക്കുന്ന അരുവിയൊഴുകാൻ, സ്നേഹത്തിൻ്റെ അരുവിയൊഴുകാൻ ഇടയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വിശുദ്ധീകരിക്കപ്പെട്ട പരിശുദ്ധ അമ്മയെ, അമ്മയുടെ ഹൃദയത്തിൽ എന്നെ സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.